ഒരു കൂട്ടം ആധുനിക സസ്തനികളുടെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്ന ഒരു പുതിയ ഇനം ജീവിവർഗത്തെ കണ്ടെത്തിയിരിക്കുന്നു. എലിയുടെ വലിപ്പവും 455 ഗ്രാം വരെ ഭാരവുമുള്ള ഇവയെ മിലിറ്റോക്കോട്ടോൺ ലൈഡെ എന്നാണ് പറയുക. ഈ കുഞ്ഞൻ ജീവികൾ പരിണമിച്ചാണ് മാൻ, പശു, പന്നി എന്നിവയുൾപ്പെടെ ഇന്ന് കാണുന്നവയിലേക്ക് എത്തുന്നത് എന്നാണ് ഇതേക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പറയുന്നത്. ജേണൽ ഓഫ് മാമലിയൻ എവല്യൂഷനിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ഈ ജീവി ഏകദേശം 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചിരുന്നത്. പാറക്കെട്ടുകളിൽ നിന്നും കണ്ടെത്തിയ ഇവയുടെ തലയോട്ടിയും താടിയെല്ലുകളും ഗവേഷകർ പഠനവിധേയമാക്കിയതിൽ നിന്നും ഇവ ദിനോസറുകളുടെ വംശനാശത്തിന് തൊട്ടു പിന്നാലെയുള്ള കാലഘട്ടത്തിലായിരുന്നുവെന്ന് മനസ്സിലാക്കി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കൊളറാഡോയിലുള്ള കോറൽ ബ്ലഫ്സ് എന്ന സൈറ്റിൽ നിന്നാണ് ഈ ജീവിയുടെ ഫോസിൽ കണ്ടെടുത്തത്. ദിനോസറുകളുടെ വംശനാശത്തിനു ശേഷം സംഭവിച്ച സസ്തനികളുടെ സ്ഫോടനാത്മകമായ വൈവിധ്യവൽക്കരണത്തെക്കുറിച്ചുള്ള സുപ്രധാന സൂചനകളും തെളിവുകളും പഠനം വെളിപ്പെടുത്തുന്നുവെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. മിലിറ്റോക്കോട്ടോൺ ലൈഡയുടെ ഫോസിൽ കണ്ടെത്തിയ പാറക്കെട്ടുകൾക്ക് ഫോസിലുകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. അതിനാൽ ഭൂമിയുടെ അവസാന വംശനാശത്തിനു ശേഷം ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന ഈ സസ്തനിയുടെ കണ്ടെത്തലും വിവരണവും ആദ്യകാല വൈവിധ്യവൽക്കരണം രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് എന്ന് വേൾറ്റബ്രേറ്റ് പാലിയന്റോളജി മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ടൈലർ ലൈസൺ പറഞ്ഞു. മാത്രമല്ല, പരിണാമവൃക്ഷത്തിൽ മിലിറ്റോക്കോട്ടോൺ ലൈഡെ എവിടെ സ്ഥാപിക്കുമെന്ന് കണ്ടെത്താൻ സംഘം അത്യാധുനിക സ്കാനിംഗ് ടെക്നിക്കുകളും 3D പുനർനിർമ്മാണങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കഴിഞ്ഞ 8 വർഷത്തിനിടെ ഗവേഷകർ ഇവയുടെ ഫോസിലുകൾ തുച്ഛമായി മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ എന്നതാണ്. അതിനാൽ ചെറുതും ആകർഷകവുമായ ഈ കുഞ്ഞൻ ജീവികൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ അറിയുവാൻ പഠനങ്ങൾ വീണ്ടും നടത്തേണ്ടത് ആവശ്യമാണ്.